നമസ്കാരം. നമ്മളിന്ന് പഠിക്കുന്നത് യമുനയിൽ ഖരഖരപ്രിയയായിരുന്നെങ്കിൽ എന്ന ദാസേട്ടൻ പാടിയ ഭക്തിഗാനമാണ്. ഇത് ഖരഖരപ്രിയ രാഗത്തിലാണ് ഈ പാട്ട് ഉള്ളത്. ഈ പാട്ട് സി ശ്രുതിക്കാണ്. സി ശ്രുതി എന്ന് വെച്ചാൽ ഒരു കട്ട. സി ശ്രുതിക്കാണ് ഈ പാട്ട് തുടങ്ങുന്നത്. ആദ്യം നമുക്ക് ഈ പാട്ടിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഖരഖരപ്രിയ രാഗത്തിൽ, ആ ഖരഖരപ്രിയ രാഗം റൂട്ടിൽ കൂടെ ആയിരിക്കും ഈ ഗാനം വായിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആ ഒരു രാഗത്തിൻ്റെ റൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഈ രാഗത്തിൻ്റെ കീകളുടെ പേര് പറയുമ്പോൾ സിയിലാണ്. സി ശ്രുതി ആയതുകൊണ്ട് സിയിലാണ് തുടങ്ങുന്നത്. സി, അത് കഴിഞ്ഞ് ഡി ആണ്. ഡി കഴിഞ്ഞ് ഡി ഷാർപ്പ്, എഫ്, അത് കഴിഞ്ഞ് ജി കഴിഞ്ഞ് എ ആണ്. എ ഷാർപ്പ്, സി, അത് കഴിഞ്ഞ് തിരിച്ചും അതേ റൂട്ടിൽ തന്നെ സി, എ ഷാർപ്പ്, എ, ജി, എഫ്, ഡി ഷാർപ്പ്, ഡി, സി. ആദ്യം നമ്മൾ നോക്കുന്നത് ഈ പാട്ടിൻ്റെ ബീജിയമാണ്. ബീജിയം നോക്കുമ്പോൾ ഇങ്ങനെയാണ് ബീജിയം തുടങ്ങുന്നത്. നോട്ട് നോക്കുമ്പോൾ എ ഷാർപ്പിൽ നിന്നാണ് തുടങ്ങുന്നത്. എ ഷാർപ്പ്, എ, ജി, എഫ്. അടുത്തത് ഡി ഷാർപ്പ്, ഡി, സി, ഡി. ഒന്നുകൂടെ ആദ്യം മുതൽ വായിക്കുകയാണെങ്കിൽ എ ഷാർപ്പ്, എ, ജി, എഫ്, ഡി ഷാർപ്പ്, സി. ആദ്യം മുതൽ നോട്ട് പറയുകയാണെങ്കിൽ എ ഷാർപ്പ്, എ, ജി, എഫ്, അത് കഴിഞ്ഞ് ഡി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഡി, സി, ഡി, അത് കഴിഞ്ഞ് സി, ഡി ഷാർപ്പ്, ഡി, സി, ഡി ഷാർപ്പ്, ഡി, സി, ഡി, ബി ഫ്ലാറ്റ്, സി, ഡി, എ ഷാർപ്പ്, എ, സി, എ ഷാർപ്പാണ്, എ, സി. ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ നോട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബീജിയമിന്റെ അടുത്ത ഭാഗം ശേഷം പാട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ബീജത്തിന്റെ അടുത്ത ഭാഗം നോക്കുകയാണെങ്കിൽ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഡി ഷാർപ്പ്, ഡി, സി, ഡി, ഡി ഷാർപ്പ്, ഡി, സി, ഡി. അത് കഴിഞ്ഞ് എ ഷാർപ്പിൽ വരണം. എ ഷാർപ്പ്, എ, ജി, എ. അപ്പൊ ഇങ്ങനെ വരും. ഡി ഷാർപ്പ്, ഡി, സി, ഡി. അത് കഴിഞ്ഞ് ആ നോട്ട് ഡി ഷാർപ്പ്, എഫ്, ഡി ഷാർപ്പ്, എഫ്, ജി, എ ഷാർപ്പ്, എ, ഡി ഷാർപ്പ്, എഫ്, ജി, എ ഷാർപ്പ്, എ. ശേഷം സി, ഡി ഷാർപ്പ്, എഫ്, സി, ഡി ഷാർപ്പ്, എഫ്, ഡി ഷാർപ്പ്, ഡി, സി, എ ഷാർപ്പ്, എ, ജി. അത് കഴിഞ്ഞ് ഇത് 2 വട്ടം വായിക്കണം. എ ഷാർപ്പ്, എ, ജി. അത് 2 വട്ടം വായിച്ചാൽ മതി. നമ്മൾ ആദ്യം പറഞ്ഞ ആ നോട്ട്, ആ സ്വരസ്ഥാനം എന്ന് പറഞ്ഞ് തുടങ്ങി അത് തന്നെ പകുതി വരെ വായിച്ചാൽ മതി. എങ്ങനെ? സി, ഡി, ഡി ഷാർപ്പ്, എഫ്, ജി.
ആദ്യം പോലെ ഒന്നുകൂടെ വായിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ വായിച്ചത് ഒരുമിച്ചൊന്ന് വായിക്കുകയാണെങ്കിൽ ശേഷം പാട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നോട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതും ഈ നോട്ട് എഴുതി വെച്ചേക്കുന്നതോട് നോക്കി പറയുന്ന കീകളുടെ പേരും കൂടെ നോക്കി പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം പഠിക്കാവുന്നതാണ്. അടുത്ത നമ്മൾ പാട്ടിൻ്റെ ഫസ്റ്റ് ലൈനായ യമുനയിൽ ഖരഖര പ്രിയയായിരുന്നെങ്കിൽ അത് എങ്ങനെ കീബോർഡിൽ വായിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് അത് നോക്കാം. ആദ്യം പല്ലവി നോട്ട് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പല്ലവി തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അത്രയാണ് ഫസ്റ്റ് ലൈൻ. അതിൻ്റെ വായിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം യമുനയിൽ ഖരഖര പ്രിയയായിരുന്നെങ്കിൽ ആ വരി ഇങ്ങനെയാണ് വരുന്നത്. എ ഷാർപ്പ്, എ ഷാർപ്പ്, എ ഷാർപ്പ്, ജി എ, എഫ് ജി, ഡി ഷാർപ്പ് ഡി. പതുക്കെ നോക്കുകയാണെങ്കിൽ എ ഷാർപ്പ്, ജി എ, എഫ് ജി, ഡി ഷാർപ്പ് ഡി. അടുത്ത പ്രിയയായിരുന്നെങ്കിൽ സി സി ഡി, ഡി ഷാർപ്പ് എഫ് എഫ്, സി സി ഡി, ഡി ഷാർപ്പ് എഫ് എഫ്. അത് കഴിഞ്ഞ മഴമുകിലെ നിന്നെ തഴുകിയേനെ എന്ന വരിയാണ്. മഴമുകിലെ നിന്നെ തഴുകിയേനെ നോട്ടിങ്ങനാണ്. നോട്ട് നോക്കുമ്പോൾ ഡി, ഡി ഷാർപ്പ് എഫ് ജി, ഡി, ഡി ഷാർപ്പ് എഫ് ജി. നിന്നേന്ന് വരുമ്പോൾ എ എ എ, എ എ എ. അപ്പോൾ ഡി, ഡി ഷാർപ്പ് എഫ് ജി എ എ എ. തഴുകിയേനെ എ ജി എ സി. ഈ സി മുകളിലത്തെ ഒക്ടൻ്റെ സി ആണ്. സി എ ഷാർപ്പ് എ, എ ജി എ സി, എ ഷാർപ്പ് എ. അപ്പോൾ ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വരി നമ്മൾ പഠിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് നീ എന്നും എന്നുമൻ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ തീർത്തനെ ആ വരിയാണ്. അത് വായിക്കുന്നത് ഇങ്ങനെയാണ്. എ ഷാർപ്പ് ജി, എ ഷാർപ്പ് ജി എ സി സി സി, എ ഷാർപ്പ് ജി എ സി സി സി, നീ എന്നുമൻ. അത് കഴിഞ്ഞ പ്രേമ സംഗീതത്തിൽ അതിന്റെ നോട്ട് സി ഡി എ ഷാർപ്പ് എ സി സി സി. കറക്റ്റ് പറഞ്ഞാൽ സി ഡി സി സി ഡി എ ഷാർപ്പ് എ സി സി സി. നീരാടി ജി എ ജി എ ജി എ സി. ഈ ജി എ സി എന്നുള്ള നോട്ട് ഒരുമിച്ച് വായിക്കണം. ജി എ ജി എ ജി എ സി. അത് കഴിഞ്ഞ് എ ഷാർപ്പ് വായിക്കണം. അത് കഴിഞ്ഞ്
നിഗമങ്ങൾ തീർത്തേനെ. എഫ് ജി എ ഷാർപ്പ് ജി, എഫ് ജി എ ഷാർപ്പ് ജി. അപ്പോൾ ഇതുവരെ വായിച്ച നമ്മൾ ഒരുമിച്ചൊന്ന് വായിക്കുകയാണെങ്കിൽ അതാണ് ആദ്യത്തെ പല്ലവിയുടെ വരികൾ. പല്ലവി കഴിഞ്ഞ് ഒരു ബീജമാണ് വരുന്നത്. പല്ലവി മനസ്സിലായെങ്കിൽ അടുത്ത നമുക്ക് ബീജം നോക്കാം. പല്ലവിയുടെ അവസാനം യമുനയിൽ ഖരഖര പ്രിയായിരുന്നെങ്കിൽ മഴമുകിലേ നിന്നെ തഴുകിയേനെ എന്ന വരി ഒന്നുകൂടെ വായിച്ച് നിർത്തുന്നുണ്ട്. ആ വരി മാത്രം, അത് ഇപ്പോൾ വായിച്ച അതേ നോട്ട് തന്നെയാണ്. അതും ഒന്ന് വായിച്ച് നിർത്തി നമുക്ക് അടുത്ത സെക്കൻഡ് ബീജത്തിലേക്ക് കടക്കാവുന്നതാണ്. അടുത്തതായി പല്ലവി കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ബീജമാണ്. ഈ ബീജം സ്ട്രിങ്സിലാണ് വായിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബീജത്തിൻ്റെ നോട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് രണ്ടാമത്തെ ബീജം. ഇത് പതുക്കെ നോട്ട് നോക്കുമ്പോൾ തുടങ്ങുന്നത് സിയിൽ നിന്നാണ്. സി, ഡി, ഡി ഷാർപ്പ് എഫ്, ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ് സി, ഡി ഷാർപ്പാണിത്. അത് കഴിഞ്ഞ് എഫ്. അതാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് വായിച്ച തന്നെയാണ്. സി, ഡി, ഡി ഷാർപ്പ് എഫ്, സി, ഡി, ഡി ഷാർപ്പ് എഫ്, ഡി ഷാർപ്പ് എഫ്, എ. അടുത്തത് എ ഷാർപ്പ്, ഡി ഷാർപ്പ്, ഡി, സി. എ ഷാർപ്പ്, ഡി ഷാർപ്പ്, ഡി, സി. എ ജി, എ ഷാർപ്പ് ജി, എ ജി, എ ഷാർപ്പ് ജി, എ ജി, എ ഷാർപ്പ് ജി. ശേഷം നമ്മൾ ആദ്യം ആരോഹണത്തിൽ പഠിച്ച നോട്ടാണ് ഇവിടുന്ന് വരുന്നത്. ഡി, ഡി ഷാർപ്പ്, എഫ്, ജി, എ ഷാർപ്പ്. ഇവിടെ മുതൽ ഇവിടെ വരെ വായിക്കണം. ആരോഹണത്തിൽ നമ്മൾ സി മുതലാണ് പഠിച്ചത്. സി ഒഴിവാക്കി ഡി മുതൽ ഈ എ ഷാർപ്പ് വരെ ഇങ്ങനെ വായിച്ചാൽ മതി. തിരിച്ച് നമ്മൾ അവരോഹണം പഠിച്ചായിരുന്നു. അതിൽ നിന്ന് അവരോഹണത്തിൽ പഠിച്ച നോട്ട് അത് സ്പീഡിൽ വായിക്കണം. സ്പീഡിൽ അവരോഹണം വായിക്കുമ്പോൾ ആ ഒരു വരിയാവുന്നു. അപ്പോൾ സെക്കൻഡ് പേജിൻ്റെ ലാസ്റ്റ് ഭാഗം വരുന്നത് നമ്മൾ അവരോഹണത്തിൽ പഠിച്ച നോട്ട് തന്നെ താഴോട്ട് വായിക്കുകയാണ്. ആ നോട്ടുകൾ ഇങ്ങനെയാണ് വായിക്കേണ്ടത്. കുറച്ച് സ്പീഡിൽ വായിക്കണം. സ്പീഡിൽ വായിക്കുന്ന നോട്ടുകൾ ഇതൊക്കെയാണ്. സി, എ ഷാർപ്പ്, സി, എ ഷാർപ്പ്, എ, ജി, എഫ്, ഡി ഷാർപ്പ്, ഡി, സി. അപ്പോൾ ബീജിയം നമ്മൾ സെക്കൻഡ് ബീജിയം ഒന്നുകൂടെ നോക്കിയാൽ അങ്ങനെയാണ് സെക്കൻഡ് ബീജിയം നിൽക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ അനുപല്ലവിയാണ് പഠിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് യദുകുലം തളിർത്തതൻ മനസ്സിലല്ലോ, യദുകുലം തളിർത്തതൻ മനസ്സിലല്ലോ എന്ന വരിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അത് എയിൽ നിന്നാണ് തുടങ്ങുന്നത് ആ വരി. അതെങ്ങനെയാണെന്ന് നോക്കാം.
യദുകുലം തളിർത്തൻ മനസ്സിലോ, ആ വരി വരുന്നത് ഇങ്ങനെയാണ്. എ ഷാർപ്പ് സി സി യദുകുലം, എ ഷാർപ്പ് സി സി, തളിർത്തതൻ 3 സി, തളിർത്തതൻ സി 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 ഡി. യദുകുലം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കണം, തളിർത്തൻ വായിക്കുമ്പോൾ സി 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 ഡി മനസ്സിലല്ലോ. എ ഷാർപ്പ് എ സി സി സി, അതൊരുമിച്ച് വായിക്കുമ്പോൾ അടുത്തത് യാമങ്ങളാദി സ്വരങ്ങളല്ലോ, ആ വരി വരുന്നത് ഇങ്ങനെയാണ്. യാമങ്ങളാദിയുടെ നോട്ടുകൾ ഇതാണ്. എ ഷാർപ്പ് ഡി 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 ഡി, എ ഷാർപ്പ് ഡി ഡി ഡി. യാമങ്ങളാദി അവിടെ ഒരു എ ഷാർപ്പ് വായിക്കണം. ബാക്കി ഡി ആണ് വായിക്കേണ്ടത്, ഒരു 7 ഡി വായിക്കണം. ആ ഡി വായിച്ചു കഴിഞ്ഞ് ഡി സി ഡി ഇ എഫ്, ഡി ഷാർപ്പ് ഡി, ഡി സി ഡി എഫ്, ഡി ഷാർപ്പ് ഡി. അപ്പോൾ അത് ഒരുമിച്ചൊന്ന് വായിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ അവിടെ ഒരു ചെറിയ ബീജം വരുന്നുണ്ട്. ആ ബീജം നമ്മൾ മുൻപത്തെ നോട്ടിൽ പഠിച്ചതാണ്. അതിങ്ങനെയാണ് വരുന്നത്. സി ഡി, ഡി ഷാർപ്പ് ഡി സി, സി ഡി, ഡി ഷാർപ്പ് ഡി സി, ജി എ ഷാർപ്പ് എ ജി, അത് കഴിഞ്ഞ് ഡി ഷാർപ്പ് എഫ് ജി എഫ് ഡി ഷാർപ്പ്. ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് ഇങ്ങനെ വായിക്കണം. ഈ അകത്ത് നമ്മൾ ആരോഹണം എന്ന് പറഞ്ഞ നോട്ടുകളാണ് വായിക്കേണ്ടത്. സി ഡി, ഡി ഷാർപ്പ് എഫ് ജി, നമ്മൾ ആരോഹണം എന്ന് പറഞ്ഞ നോട്ടിലാണ് വായിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബീജത്തിന്റെ നോട്ടുകൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ സി ഡി, ഡി ഷാർപ്പ് ഡി സി, ജി എ ഷാർപ്പ് എ ജി, ഡി ഷാർപ്പ് എഫ് ജി എഫ് ഡി ഷാർപ്പ്. അത് കഴിഞ്ഞ് ആരോഹണത്തെ നോട്ടുകൾ അതൊന്ന് ഒരുമിച്ച് വായിക്കാം. അതാണ് ബീജത്തിന്റെ നോട്ടുകൾ. ഈ ഒരു ബീജം കഴിഞ്ഞ് വീണ്ടും യദുകുലം തളിർത്തൻ മനസ്സിലല്ലോ, യാമങ്ങളാദി സ്വരങ്ങളല്ലോ എന്ന ആ വരിയുടെ നോട്ട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. അത് കഴിഞ്ഞ് നീ എന്നെയും പിന്നെ ഞാൻ നിന്നെയും എന്ന വരിയാണ് വരുന്നത്. അത് നോക്കാം. നീ എന്നെയും പിന്നെ ഞാൻ നിന്നെയും എന്ന വരിയുടെ നോട്ടുകൾ ഇതൊക്കെയാണ്. അതിന്റെ നോട്ട് നോക്കുമ്പോൾ നീ എന്നെയും എന്ന ഒരു നോട്ടിൽ ഇതൊക്കെയാണ്. എ ഷാർപ്പ് ഡി എഫ് ഡി, പിന്നെ ഞാൻ നിന്നെയും, പിന്നീട് നോട്ടിൽ ഇതൊക്കെയാണ്. എ ഷാർപ്പ് എ. അപ്പോൾ അത് ഒരുമിച്ച് നോക്കുമ്പോൾ
എ ഷാർപ്പ് ഡി എഫ് ഡി, എ ഷാർപ്പ് എ എഫ്, അടുത്ത ഞാൻ നിന്നെയും എഫ് എ സി, എ ഷാർപ്പ് എ. പിന്നെ ഞാൻ നിന്നെയും, അതിൻ്റെ വരികളിൽ ഇപ്പോൾ വായിച്ചാൽ ഒന്നുകൂടെ വായിക്കാം. പിന്നെ ഞാൻ നിന്നെയും എഫ് എ സി, എ ഷാർപ്പ് എ. അത് കഴിഞ്ഞ് ഇടയന്മാരാക്കുന്ന മായയല്ലോ, അതിൻ്റെ വരി നോക്കുമ്പോൾ ഇപ്പോൾ ഇടയന്മാരാക്കുന്ന എന്നുള്ളതിൻ്റെ ഇടയന്മാരാക്കുന്ന എന്ന വരിയുടെ നോട്ടുകളാണിത്. ജി എ, എ ഷാർപ്പ് എ, ഇടയന്മാരാക്കുന്നതിൻ്റെ നോട്ടുകളാണ് പറയുന്നത്. ജി എ, എ ഷാർപ്പ് എ, എഫ് ജി, എ ഷാർപ്പ് ജി. മായയല്ലോ, ഇടയന്മാരാക്കുന്ന നോട്ട് പറയുകയാണെങ്കിൽ ജി എ, എ ഷാർപ്പ് എ, എഫ് ജി, എ ഷാർപ്പ് ജി, ഡി ഷാർപ്പ് എഫ് എഫ് ജി. അത് കഴിഞ്ഞ് ഇത് ഗുരുവായൂരപ്പ നിൻ ലീലയല്ലോ, ഇത് എന്ന നോട്ടിന് 2 ജി വായിക്കുക. ഇത് കഴിഞ്ഞ് ഗുരുവായൂരപ്പ, അത് നോട്ടിൽ ഇതൊക്കെയാണ്. രണ്ട് എഫ് വായിക്കണം. ഗുരുവായൂരപ്പ നോട്ട് എഫ് ജി, എ ഷാർപ്പ് ജി, എഫ് എഫ് ജി, എ ഷാർപ്പ് ജി എഫ്. അത് കഴിഞ്ഞ് ഡി ഷാർപ്പ് വരണം. ഡി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഡി ഷാർപ്പ് എഫ്, ഡി ഷാർപ്പ് ഡി സി സി, ഡി ഷാർപ്പ് ഡി സി സി. ആ വരി ഒരുമിച്ചൊന്ന് വായിക്കുമ്പോൾ അത് കഴിയുമ്പോൾ ഒരു ലിങ്കിന്റെ നോട്ടുണ്ട്, ഒരു ലിങ്ക് ചെയ്യുന്ന ഒരു നോട്ടുണ്ട്, ഒരു കണക്ട് ചെയ്യുന്ന നോട്ടുണ്ട്. അത് നമ്മൾ ആരോഹണത്തിൽ പഠിച്ചത് നോട്ടാണ്. അപ്പോൾ ആ യദുകുലം തളർത്തതൻ അവിടെ മുതൽ ഒരുമിച്ചൊന്ന് വായിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് യമുനയിൽ ഖരഖരപ്രിയർന്നെങ്കിൽ എന്ന അതേ ഒരു വരി റിപ്പീറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞൊരു ബീജം വരുന്നുണ്ട്. ആ ബീജം എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തത് അനുപല്ലവി കഴിഞ്ഞ് വരുന്ന ഒരു ബീജമാണ്. അത് ഇങ്ങനെയാണ് വായിക്കേണ്ടത്. ഇതാണ് ആ ബീജത്തിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇത് വായിക്കുന്നത് നോക്കുകയാണെങ്കിൽ ആദ്യം സിയിലാണ് തുടങ്ങേണ്ടത്. സിയിൽ തുടങ്ങുമ്പോൾ അത് കുറച്ച് വെയിറ്റ് ചെയ്യണം, അവിടെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് അവിടെ വായിക്കണം. അത് കഴിഞ്ഞ് എയിൽ നിന്ന് അപ്പോൾ നോക്കുമ്പോൾ സസ്യനിട്ട് വായിക്കണം. സി എ, എ ഷാർപ്പ് എ. അത് കഴിഞ്ഞ് എയിൽ നിന്ന് പോകണം. എ ഷാർപ്പ് സി, ഡി ഷാർപ്പ് ഡി.
അപ്പോൾ അത് ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ ശേഷം ഡി ഷാർപ്പ് എഫ്, ഡി ഷാർപ്പ് എഫ്, ഡി സി, എ ഷാർപ്പ് എ സി, ഡി ഷാർപ്പ് എഫ്, ഡി സി, എ ഷാർപ്പ് എ സി. അപ്പോൾ അത് ഒരുമിച്ചൊന്ന് വായിക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് പാട്ട് കഴിഞ്ഞ് ഒരു സ്ട്രിങ്സിൻ്റെ ഒരു ഭാഗമാണ് വരുന്നത്. അത് നമ്മൾ മുൻപ് പഠിച്ചതിനാണ്. നമ്മൾ മുൻപ് പഠിച്ച അതേ നോട്ടാണ്. ആ നോട്ട് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ സി, ഡി, ഡി ഷാർപ്പ് ഡി, സി. അത് കഴിഞ്ഞ് ജി, ജി, എ, എ ഷാർപ്പ് എ, ജി. അത് കഴിഞ്ഞ് ഡി ഷാർപ്പ്, ഡി ഷാർപ്പ് എഫ്, ജി, എഫ്, ഡി ഷാർപ്പ്, ഡി ഷാർപ്പ് എഫ്, ജി, എഫ്, ഡി ഷാർപ്പ്. നമ്മൾ മുൻപ് പഠിച്ച നോട്ട് തന്നെയാണ്. ശേഷം നമ്മൾ ആരോഹണത്തിൽ പഠിച്ച നോട്ടുകളാണ് സി, ഡി, ഡി ഷാർപ്പ് എഫ്, ജി. അത് ഒരുമിച്ചൊന്ന് വായിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് അവിടെ ബീജം നിൽക്കുന്നത്. അടുത്ത ചരണമാണ്. ചരണത്തിൽ വേദങ്ങൾ മുക്തി ദളങ്ങളല്ലോ എന്ന വരിയാണ് വരുന്നത്. ഇത് നമ്മൾ അനുപല്ലവിയിൽ പഠിച്ച അതേ നോട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ നമ്മൾ യദുകുലം തളിർത്തന്നെ മനസ്സിലല്ലോ, ആ ഒരു വരിക്ക് വായിച്ച അതേ നോട്ട് തന്നെയാണ് ഇവിടെയും വായിക്കേണ്ടത്. അപ്പോൾ അത് എളുപ്പം വായിക്കുന്നതാണ്. ആ സെയിം നോട്ട് തന്നെ ഒന്നുകൂടെ വായിച്ചാൽ മതി. ചരണം വേദങ്ങൾ മുക്തിദളങ്ങളല്ലോ എന്ന വരി ഒന്ന് വായിച്ചു നോക്കാം. ഇങ്ങനെയാണ് വേദങ്ങൾ മുക്തിദളങ്ങളല്ലോ എന്ന വരി വരുന്നത്. ശേഷം യമുനയിൽ ഖരഖരപ്രിയായിരുന്നെങ്കിൽ ആദ്യത്തെ 2 വരി വായിച്ച് പാട്ട് അവസാനിക്കുകയാണ്. ഈ പാട്ടിൻ്റെ നോട്ട്സ് ഇത്രയുമാണുള്ളത്. ഇത് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നോട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.